ഒരു ഫാൻ വാങ്ങുമ്പോൾ സാധാരണ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? അതിന്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കും, അതിന്റെ ലുക്ക് ഡിസൈൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കും, പിന്നെ ഏത് ബ്രാൻഡിന്റെ ആണെന്ന് നോക്കും. പക്ഷേ ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നമ്മൾ സാധാരണ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ആ ഫാനിന് എത്ര കൂളിംഗ് തരാൻ സാധിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എത്ര പവർ സേവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഫാനാണെന്ന് നോക്കണം, ഇൻവെർട്ടറിൽ എത്ര ബാക്കപ്പ് കിട്ടുമെന്ന് നോക്കണം. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ഒരു പവർ ഫ്ലക്ച്വേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാൻ സേഫ് ആയിരിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കി വേണം ഒരു ഫാൻ വാങ്ങാനായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഫാൻ അല്ല പരിചയപ്പെടുത്താൻ പോകുന്നത്, ആറ്റംബർഗിന്റെ 4 ഫാനുകളാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇതിൽ ബഡ്ജറ്റ് സെഗ്മെന്റ് തൊട്ട് പ്രീമിയം ലെവൽ വരെയുള്ള ഫാനുകളുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ റൂമിന്റെ സൈസിനും നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സിനും ബഡ്ജറ്റിനും അനുസരിച്ചുള്ള ഫാനുകൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സത്യത്തിൽ ഒരു BLDC ഫാനിലേക്ക് എന്തിനാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്, BLDC ഫാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ്, എത്ര ഇലക്ട്രിസിറ്റി നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും, കറക്റ്റ് ആയിട്ടുള്ള ഫാൻ സൈസ് എങ്ങനെ സെലക്ട് ചെയ്യാം, കൂളിംഗ് പെർഫോമൻസ് നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. എന്റെ കയ്യിലുള്ള ഓരോ ഫാനുകളായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഈ കാണുന്നത് ആറ്റംബർഗിന്റെ അമേസ എന്ന് പറയുന്ന മോഡലാണ്. ഇത് ആറ്റംബർഗ് റെനേസ പ്രൈം എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫാനാണ്. അതേപോലെ തന്നെ ആറ്റംബർഗിന്റെ റെനേസ എലൈറ്റ് സ്മാർട്ട് എന്ന് പറയുന്ന മോഡലാണിത്. ഇത് ആറ്റംബർഗിന്റെ ആരീസ് കോണ്ടൂർ സ്മാർട്ട് എന്ന് പറയുന്ന മോഡലാണ്. സാധാരണ ഫാനിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ 2 ഫാനുകൾ വെച്ചായിരിക്കും നമ്മൾ റിവ്യൂ വീഡിയോസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ 4 ഫാനുകൾ സെലക്ട് ചെയ്യാനുള്ള കാര്യം, ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് തൊട്ട് ഒരു പ്രീമിയം ലെവൽ ഫാനുകൾ ആവശ്യമുള്ളവർക്ക് ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ 4 മോഡലുകളും പരിചയപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഫാനുകളും എടുത്ത് പരിശോധിക്കണം. അതിന് മുമ്പായിട്ട് ഒരു BLDC ഫാൻ വാങ്ങുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, എന്തിനാണ് നമ്മൾ ഒരു BLDC ഫാൻ വാങ്ങുന്നത്, എന്താണ് BLDC കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. സാധാരണയുള്ള നമ്മുടെ ട്രഡീഷണൽ ഫാനുകളിൽ ഇൻഡക്ഷൻ മോട്ടറുകളായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ BLDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ്ലെസ് ഡയറക്റ്റ് കറന്റ് മോട്ടോർ എന്നാണ് ഈ BLDCയുടെ ഫുൾ ഫോം വരുന്നത്. ഇത് ഈ ഒരു മോട്ടറിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും. അതേപോലെ ഇലക്ട്രിസിറ്റി വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇൻവെർട്ടറിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. മോട്ടോർ നോയ്സ് വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള കുറച്ചധികം ബെനിഫിറ്റ്സ് നമുക്ക് ഈ BLDC മോട്ടറിൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ BLDC ഫാനിലേക്ക് സ്വിച്ച് ചെയ്തതിനു ശേഷമുള്ള ഇലക്ട്രിസിറ്റി സേവിങ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ട്രഡീഷണൽ ഫാൻ ആണോ യൂസ് ചെയ്തിരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ ഒരു ഇലക്ട്രിസിറ്റി സേവിംഗ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ട്രഡീഷണൽ ഫാൻ ഒരു 75 to 90 വാട്ട്സിന്റെ ആണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു 50 to 55 വാട്ട്സിന്റെ ഫാനിൽ നിന്നാണ് നിങ്ങൾ BLDCയിലേക്ക് മാറുന്നതെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ട്രഡീഷണൽ ഫാൻ യൂസ് ചെയ്യുന്ന ഒരു 75 വാട്ട്സിന്റെ ആണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നമ്മൾ BLDCയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു 35 വാട്ട്സിന്റെ BLDC ഫാൻ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അവിടെ പവർ സേവിങ്സ് വരുന്നത് 40 വാട്ട്സ് പെർ അവറിന്റെ പവർ സേവിങ്സ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. നമ്മുടെ ഫാൻ യൂസേജ് ഒരു ദിവസം 12 മണിക്കൂറോ അല്ലെ അതിന് മുകളിലോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ ടൈമിൽ വലിയ രീതിയിലുള്ള ഒരു ഇലക്ട്രിസിറ്റി സേവിങ്സ് ആയിരിക്കും BLDCയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്ര മണിക്കൂർ ഫാൻ യൂസ് ചെയ്യുന്നു, എത്ര ഫാനുകൾ യൂസ് ചെയ്യുന്നു, നമ്മുടെ ഇലക്ട്രിസിറ്റി ടാരിഫ് എത്രയാണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ഇലക്ട്രിസിറ്റി സേവിങ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനിയും ഒരു ഫാൻ വാങ്ങുമ്പോൾ കറക്റ്റ് ഫാൻ സൈസ് എങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും? 1200 mm ഫാൻ ആണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡ്റൂമിലും ഒരു സ്മോൾ ഹാളിലും ഒക്കെ ആയിട്ട് ആ ഒരു ഫാൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 1400 mm സൈസിലുള്ള ഫാനാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ലാർജ് ലിവിംഗ് റൂമിലോ ഹാളിലോ ഒക്കെ ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി 900 mm ഒരു ഫാനാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ റൂമിലേക്കും കിച്ചണിലേക്കും ഒക്കെ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മളുടെ റിക്വയർമെന്റ് എന്താണ്, നമ്മൾ എവിടെയാണ് ഈ ഫാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, അതിനനുസരിച്ചുള്ള സൈസ് ആയിരിക്കണം ഫാൻ എടുക്കുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. അടുത്തായിട്ടൊരു ഫാൻ വാങ്ങുമ്പോൾ അതിന്റെ കൂളിംഗ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് എയർ ഡെലിവറിയും മറ്റൊന്ന് RPM. എയർ ഡെലിവറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാൻ കറങ്ങുന്ന സമയത്ത് എത്ര എയർ അതിന്റെ വശങ്ങളിലേക്കും താഴേക്കുമായിട്ട് അത് പുഷ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കണക്കിനെയാണ് ഈ എയർ ഡെലിവറി എന്ന് പറയുന്നത്. എയർ ഡെലിവറി അഥവാ CMM കൂടുതലുള്ള ഫാനുകളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂളിംഗ് നമുക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ RPM എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഫാസ്റ്റ് ആയിട്ട് ഈ ഫാൻ കറങ്ങുന്നു എന്നുള്ളതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ബെസ്റ്റ് ഫാൻ സെലക്ട് ചെയ്യുമ്പോൾ ഹൈ എയർ ഡെലിവറിയും മോഡറേറ്റ് RPM ഉള്ള ഫാൻ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കൂളിംഗ് നമുക്ക് നൽകുക. അതായത് ഇപ്പം ഹൈ RPM ലോ എയർ ഡെലിവറിയുമാണ് ആ ഫാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂളിംഗ് വളരെ കുറവായിരിക്കും. കാരണം ഫാൻ ശക്തമായിട്ട് കറങ്ങുമെങ്കിൽ പോലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൂളിംഗ് ലഭിക്കത്തില്ല. ഇനി പെർഫോമൻസ് കമ്പാരിസൺ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള 4 ഫാനുകളുടെയും എയർ ഡെലിവറി എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആരീസ് കോണ്ടൂർ 250 cmm ആണ്. റെനേസ എലൈറ്റ് വരുന്നത് 235 cmm, അമേസയുടെ 230 cmm, അതേപോലെ പ്രൈമിന്റെ 225 cmm ആണ്. ഈ ഒരു എയർ ഡെലിവറി പെർഫോമൻസ് നമ്മൾ മറ്റ് ബ്രാൻഡുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 215 to 230 വരെയൊക്കെ ആയിരിക്കും എയർ ഡെലിവറി ലഭിക്കുക. പക്ഷേ നമുക്ക് ഇവിടെ ആറ്റംബർഗിൽ സ്ട്രോങ് ആയിട്ടുള്ള എയർ ഡെലിവറി കിട്ടും. നല്ല കൂളിംഗ് ഈ ഫാനുകൾ യൂസ് ചെയ്യുന്ന
പർച്ചേസിന് സമയത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു ഫാൻ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഡൗട്ട്സ് ഒക്കെ ഇപ്പോൾ ക്ലിയർ ആയി കാണുമല്ലോ. ഇനി നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ആറ്റംബർഗിന്റെ അമേസ എന്ന് പറയുന്ന മോഡൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇവരുടെ ഏറ്റവും ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന മോഡൽ. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 230 cmm ആണ് ഇതിന്റെ എയർ ഫ്ലോ വരുന്നത്. 365 RPM ഈ ഫാനിൽ വരും. വിത്ത് റിമോട്ട് കൺട്രോളിനോടൊപ്പമാണ് ഈ ഒരു ഫാനും വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അമേസ ഫാനിന്റെ ബോക്സ് കണ്ടന്റ് ആയിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നോക്കാം. ഇതാണ് ഇതിന്റെ മോട്ടർ. ഈ ഒരു ഡിസൈനിലാണ് ഇതിന്റെ മോട്ടർ വന്നിട്ടുള്ളത്. 2 കനോപ്പീസ് ഉണ്ടായിരുന്നു, ഒരു റിമോട്ട് കൺട്രോൾ, 2 AAA ബാറ്ററീസ്, ഒരു ഡൗൺ റോഡ്, പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ക്രൂസ്, ഒരു യൂസർ മാനുവൽ. ഇത്രയും കാര്യങ്ങളായിരുന്നു ഇതിന്റെ ബോക്സിൽ ലഭിച്ചത്. ഇതാണ് ഈ ഫാനിന്റെ ലീഫ്. സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റിയ ആറ്റംബർഗിന്റെ BLDC ഫാനാണിത്. വിത്ത് റിമോട്ട് ആണ് ഈ ഒരു ഫാൻ വരുന്നത്. ഇതിലും ബൂസ്റ്റ് മോഡ് ഉണ്ട്, ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും, LED ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ഉണ്ട്. ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും ഒക്കെ ഈ ഒരു ഫാൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല എയർ ഫ്ലോ കിട്ടും, അതേപോലെ നോയ്സ് വളരെ കുറവായിരിക്കും. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞാണല്ലോ. ഇലക്ട്രിസിറ്റി നമുക്ക് നല്ല രീതിയിൽ ഇത് ലാഭിക്കാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ബഡ്ജറ്റ് പ്രൈസ് സെഗ്മെന്റിലാണ് ഈ ഒരു ഫാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഒരു റെന്റൽ ഹോമിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അപ്ഗ്രേഡ് വേണം, പക്ഷെങ്കിൽ ബഡ്ജറ്റ് ഭയങ്കര കുറവാണ്, ഫാനുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, പക്ഷെങ്കിൽ ബഡ്ജറ്റ് കുറവാണ്, അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ ഒരു ഫാൻ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് ആറ്റംബർഗിന്റെ റെനേസ പ്രൈം എന്ന് പറയുന്ന മോഡലാണ്. ഇതിന്റെ എയർ ഡെലിവറി വരുന്നത് 225 cmm ആണ്. അതേപോലെ RPM വരുന്നത് 330 ആണ്. 35 വാട്ട്സ് പവർ കൺസപ്ഷൻ ആണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള പല കളർ വേരിയന്റിൽ ഈ ഒരു ഫാൻ ലഭിക്കുന്നതാണ്. റിമോട്ട് കൺട്രോൾ ഉണ്ട്, LED ഇൻഡിക്കേറ്റർ ലൈറ്റ് വരുന്നുണ്ട്, 3 ഇയറിന്റെ വാറന്റി ഉണ്ട്. അങ്ങനെ കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഫാൻ ആണ് ആറ്റംബർഗിന്റെ റെനേസ പ്രൈം എന്ന് പറയുന്നത്. റെനേസ പ്രൈമിന്റെ ബോക്സ് കണ്ടന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് മോട്ടർ. ഇതും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. വലിയ വലിപ്പമൊന്നുമില്ല, വളരെ സ്ലിം ആണ്. അതേപോലെ തന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ LED ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ബോക്സിൽ 2 കനോപ്പി വരുന്നുണ്ട്, AAA സൈസ് 2 ബാറ്ററീസ് ഉണ്ട്, പിന്നെ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്, പിന്നെ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ആവശ്യമായിട്ടുള്ള സ്ക്രൂസ് ഉണ്ട്, ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സ് കണ്ടന്റ് ആയിട്ട് നമുക്ക് റെനേസ പ്രൈമിനൊപ്പം ലഭിച്ചത്. ഈ ഫാനിന്റെ ലീഫ് കണ്ടോ, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലീഫാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല പോലെ തന്നെ തോന്നും. ആ ഒരു ഡിസൈനാണ് ഈ ഒരു ലീഫിന് നൽകിയിട്ടുള്ളത്. നോക്കി, കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുന്ന റെനേസ എലൈറ്റ് എന്ന് പറയുന്ന ഫാനാണ്. ഇതൊരു സ്മാർട്ട് ഫാൻ ആണ്, ടോട്ടലി സ്മാർട്ട് ഫാൻ ആണ്. വിത്ത് റിമോട്ട് ആണ് വരുന്നത്. അലക്സയും ഗൂഗിൾ അസിസ്റ്റന്റും ഒക്കെ ഇതിൽ വർക്ക് ആവും. അതായത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഫാൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഇതിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അലക്സയുടെയും ഗൂഗിൾ അസിസ്റ്റന്റിന്റെയും ഒക്കെ സഹായത്തോടെ സാധിക്കുന്നതാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഈ ഫാനിനും വരുന്നുണ്ട്. നിങ്ങൾ വീടിന്റെ ഇന്റീരിയറിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട കളറുകൾ സെലക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് റെനേസ എലൈറ്റിന്റെ ബോക്സ് കണ്ടന്റ് ഒന്ന് പരിശോധിക്കാം. ഇതാണ് ഇതിന്റെ മോട്ടർ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഈ മോട്ടർ വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഭയങ്കര രസമാണിത് കാണാനായിട്ട്. ഇവിടെ LED ലൈറ്റിംഗ് സെറ്റപ്പ് വരുമ്പോൾ ഇതിന്റെ ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ ബോക്സിലും 2 കനോപ്പീസ് ഉണ്ട്, ഒരു ഡൗൺ റോഡ് ഉണ്ട്, റിമോട്ട് കൺട്രോൾ ഉണ്ട്, 2 AAA ബാറ്ററീസ് ഉണ്ട്, പിന്നെ ഇൻസ്റ്റാളേഷന് വേണ്ട കുറെ സ്ക്രൂസ് ഉണ്ട്. ഈ കാണുന്നത് യൂസർ മാനുവലും ആണ്. ഇതാണ് റെനേസ എലൈറ്റിന്റെ ലീഫ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു ലീഫിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ എയർ ഫ്ലോ വരുന്നത് 230 cmm ആണ്. ഈ ഒരു ഫാനിൽ ആപ്പ് സപ്പോർട്ടും ഉണ്ട്. ആറ്റംബർഗിന്റെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ ഫാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് റിമോട്ട് ഇല്ല എന്നുണ്ടെങ്കിലും റിമോട്ടിന് പകരമായിട്ട് ആപ്പിലൂടെ മാത്രം നമുക്ക് ഈ ഫാൻ ഫുള്ളി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. ഈ ഫാനിലെ മൂൺ ബീം നൈറ്റ് LED ലൈറ്റ് സെറ്റപ്പും ലഭിക്കുന്നതാണ്. ബെഡ്റൂമിലേക്കും സ്മാർട്ട് ഹോം സെറ്റപ്പിലേക്കും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഫാനാണ് ഈ കാണുന്ന ആറ്റംബർഗിന്റെ റെനേസ എലൈറ്റ് എന്ന് പറയുന്ന മോഡൽ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നതിലെ ഏറ്റവും ടോപ്പ് മോഡലാണ് ആറ്റംബർഗ് ആരീസ് കോണ്ടൂർ സ്മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫാന്. 250 cmm ആണ് ഇതിന്റെ എയർ ഫ്ലോ. അതായത് വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ ഫ്ലോ ഈ ഒരു ഫാനിൽ വരുന്നുണ്ട്. അതേപോലെ ABS ബ്ലേഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ABS ബ്ലേഡ്സിന്റെ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. മാത്രമല്ല റിമോട്ടും ആപ്പ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. LED ലൈറ്റിംഗ് സെറ്റപ്പ് വരുന്നുണ്ട്. ഇതാണ് ആരീസ് കോണ്ടൂറിന്റെ മോട്ടർ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. ബോക്സിൽ ഒരു റിമോട്ട് വരുന്നുണ്ട്. റിമോട്ടിന് വേണ്ടി 2 AAA ബാറ്ററീസ് വരുന്നുണ്ട്, 2 കനോപ്പീസ് ഉണ്ട്, ഒരു ഡൗൺ റോഡ് ഉണ്ട്, പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സ്ക്രൂസുമാണ് ബോക്സിൽ ലഭിച്ചിട്ടുള്ളത്. ഈ ഫാനിന്റെ പല കളർ വേരിയന്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ചുള്ള കളർ വേരിയന്റ് സെലക്ട് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി ഈ ഫാനുകളുടെ നോയിസ് പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം BLDC മോട്ടോഴ്സ് ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞിരുന്നു വളരെ സൈലന്റ് ആയിട്ട് വർക്ക്
വർക്ക് ചെയ്യുന്ന മോട്ടറുകളാണ്. മോട്ടറിന്റെ ഹമ്മിങ് സൗണ്ട് ഈ ഒരു ഫാനിൽ നമ്മളിത് ഫുൾ സ്പീഡിൽ ഇട്ടെന്ന് പറഞ്ഞാലും ഉണ്ടാകത്തില്ല. എയർ ഫ്ലോയുടെ സൗണ്ട് ഫുൾ സ്പീഡിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവും. ട്രഡീഷണൽ ഫാനിലാണെങ്കിൽ ആ മോട്ടറിന്റെ ഒരു ഹമ്മിങ് സൗണ്ടും അതേപോലെ എയർ ഫ്ലോയുടെ സൗണ്ടും എല്ലാം കൂടെ വരുമ്പോൾ മൊത്തത്തിൽ ഒരു സൗണ്ടിന്റെ ഒരു പ്രശ്നം നമുക്ക് ട്രഡീഷണൽ ഫാനിൽ ഫീൽ ചെയ്യും. പക്ഷെങ്കിൽ VLDCയിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോങ് ടൈം ഇൻവെർട്ടർ പവർ ബാക്കപ്പും കിട്ടും. ഓൾറെഡി പവർ കൺസപ്ഷൻ ഇതിന്റെ കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം നേരം ഇൻവെർട്ടറിലും ഈ ഫാനുകൾ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ഈ ഫാനുകൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതിന്റെ കൺട്രോൾസും കൺവീനിയൻസും ആണ്. ഇതിനോടൊപ്പം IR റിമോട്ട് വരുന്നുണ്ട്. എല്ലാ ഫാനുകളോടൊപ്പം റിമോട്ട് ഉണ്ട്. പക്ഷേ ഈ റിമോട്ടുകൾ യൂണിവേഴ്സൽ റിമോട്ടാണ്. അതായത് നമ്മളെ ഒരു റിമോട്ടേ ഉള്ളൂ. 5 റൂമുകളിൽ ഫാൻ ഉണ്ടെങ്കിലും ഈ ഒരു റിമോട്ട് കൊണ്ട് എല്ലാ ഫാനുകളും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ BLDC ഫാനുകളിൽ പവർ പ്രൊട്ടക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ് ടു 10 kV സർജ് പ്രൊട്ടക്ഷനും അപ് ടു 350 വോൾട്ട് വോൾട്ടേജ് പ്രൊട്ടക്ഷനുമാണ് ആറ്റംബർഗിന്റെ ഫാനുകളിൽ വരുന്നത്. ഇതേ സെഗ്മെന്റിലുള്ള മറ്റ് ബ്രാൻഡുകളുടെ BLDC ഫാനുകളിലൊക്കെ സർജ് പ്രൊട്ടക്ഷൻ 2 to 4 kV ഒക്കെയാണ് സാധാരണ കാണാറുള്ളത്. പക്ഷേ ആ കാര്യത്തിൽ ആറ്റംബർഗ് കുറച്ചുകൂടി ശ്രദ്ധ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് ഒക്കെ വളരെ ഈസിയാണ്. ട്രഡീഷണൽ ഫാനുകൾ എങ്ങനെയാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഫാനും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉള്ളത് ഇതിന്റെ റെഗുലേറ്റർ ബൈപ്പാസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഫാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഇതിന് റിമോട്ട് ഉള്ളത് കൊണ്ട് റെഗുലേറ്ററിന്റെ ആവശ്യമില്ല. റെഗുലേറ്റർ ഇല്ലാതെ യൂസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ മാക്സിമം എഫിഷ്യൻസിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി മെയിൻ ആയിട്ടുള്ള കാര്യമാണ് വാറന്റി ആൻഡ് സർവീസ്. ആറ്റംബർഗിന്റെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നവർക്കറിയാം ഈ ആറ്റംബർഗിന്റെ സർവീസും അതേപോലെ വാറന്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ഇഷ്യൂസും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു കാര്യത്തിൽ ആറ്റംബർഗിന്റെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട ഫാനുകളിലാണെങ്കിൽ ചിലതിൽ 2+1 ഇയർ വാറന്റിയാണ്, ചിലതിന് 5 ഇയർ വാറന്റിയും ഉണ്ട്. അപ്പം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ മോഡലുകൾക്ക് അനുസരിച്ച് ആണ് വാറന്റി വരുന്നത്. അപ്പം നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണോ പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ വാറന്റി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആ ബോക്സിനോടൊപ്പം ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ സൈറ്റിൽ കയറി ഓരോ പ്രൊഡക്റ്റുകളുടെയും വാറന്റി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കി മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പം BLDC ഫാനുകളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഒരു BLDC ഫാൻ എടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ പ്രയോജനം ഇലക്ട്രിസിറ്റി ബില്ലിൽ നമുക്ക് നല്ല സേവിങ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ വളരെ നോയ്സ് കുറവായിരിക്കും ഇതിന്റെ മോട്ടറിന്. അപ്പോൾ സൈലന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും ഈ ഫാനിൽ നടക്കുക. സ്മാർട്ട് ഫാൻ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ആപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും, അലക്സയുടെ സപ്പോർട്ട്, ഗൂഗിൾ അസിസ്റ്റന്റ് അങ്ങനെയുള്ള സപ്പോർട്ടുകൾ, അതിനോടൊപ്പം തന്നെ റിമോട്ട് കൺട്രോളും ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ മണിക്കൂറുകൾ ഫാൻ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ട്രഡീഷണൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് BLDCയിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വേറൊന്നും അല്ല, ഇപ്പോഴത്തെ കറണ്ട് ബില്ലിന്റെ ഒരു അവസ്ഥയൊക്കെ അറിയാമല്ലോ, എത്ര കൂടുതലായിട്ടാണ് കറണ്ട് ബില്ലൊക്കെ വരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫാൻ മാറുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു 10 ഫാൻ ഉണ്ടെങ്കിൽ ആ 10ഉം BLDCയിലേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കറണ്ട് ചാർജിൽ കറണ്ട് ബില്ലിൽ ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടതിൽ ഏറ്റവും ബഡ്ജറ്റ് സെഗ്മെന്റിൽ വന്നിട്ടുള്ള ഫാനാണ് അമേസ എന്ന് പറയുന്ന മോഡൽ. നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ ടൈറ്റ് ആണ്, പക്ഷേ BLDCയിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമേസ എന്ന് പറയുന്ന മോഡൽ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. റെനേസ പ്രൈം എന്ന് പറയുന്ന മോഡലും നല്ലൊരു ഓപ്ഷനാണ്. വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷേ പ്രൈം എന്ന് പറയുന്ന മോഡലാണ് ഞാൻ കൂടുതലും എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഓപ്ഷനാണ്. അതിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സ്മാർട്ട് ഫാനും വരുന്നുണ്ട്, അതേപോലെ തന്നെ റിമോട്ട് മാത്രമായിട്ടുള്ളതും വരുന്നുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വെബ്സൈറ്റിൽ ലഭിക്കും. അവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സ്മാർട്ട് സപ്പോർട്ടുള്ള ഫാൻ വേണോ അതോ റിമോട്ട് മാത്രം ഉള്ളത് മതിയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വാങ്ങുക. ഇനി അതിനേക്കാളും കുറച്ചുകൂടി പ്രൈസ് കൂടിയ ഫാനാണ് റെനേസ എലൈറ്റ് സ്മാർട്ട് എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ അതൊരു സ്മാർട്ട് ഹോം സെറ്റപ്പിലേക്കൊക്കെ വരുമ്പം അങ്ങനെയുള്ള സെറ്റപ്പിന് വേണ്ടിയുള്ള ഫാനാണ് അത്. അത്രയും ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഫാനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ പ്രീമിയം ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആപ്പ് സപ്പോർട്ടും അലക്സ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ആ ഒരു ഫാനിൽ വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും ടോപ്പ് മോഡൽ നിങ്ങൾക്ക് ഏറ്റവും പ്രീമിയം ലെവലിലേക്ക് തന്നെയാണ് ഒരു ഫാൻ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആരിസ് കോണ്ടൂർ സ്മാർട്ട് എന്ന് പറയുന്ന മോഡൽ നമ്മൾ പരിചയപ്പെട്ടല്ലോ, ലാസ്റ്റിൽ പരിചയപ്പെട്ടത്, അത് ഏറ്റവും പ്രീമിയം ലെവലിലുള്ള സ്മാർട്ട് ഫാൻ ആണ്. അതിൽ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സ്മാർട്ട് ഹോം ഫീച്ചേഴ്സ് മൊത്തം അതിൽ വരും. നിങ്ങൾക്ക് ആ ഒരു ഫാനും വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്കുകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ചൂട് സമയത്ത് ഒരു ഫാൻ വാങ്ങാൻ എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. സാധാരണ ട്രഡീഷണൽ ഫാൻ പോയി വാങ്ങാതെ ഒരു BLDCയിലേക്ക് തന്നെ അവർ സ്വിച്ച് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് പ്രയോജനമാവും. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള ഒരുപാട് അൺബോക്സിംഗ് വീഡിയോകൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.